ഹലോ. 1 വീക്ക് മുന്നേ വരെ സെൻസേഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസാണ് പേളിമാണിയുടേത്. അതായത് 2 കാര്യമാണ് അവർക്കെതിരെ വന്നിരിക്കുന്നത്. ഒന്ന് പ്രൊട്ടസ്റ്റിനെതിരെ പ്രതികരിച്ച രീതി, പിന്നെ അതുപോലെ തന്നെ സിബി മലയിനെ പറഞ്ഞ കേസ്. അതിൽ പ്രൊട്ടസ്റ്റിനെതിരെ നമുക്ക് പ്രതികരിച്ച രീതി, അവരൊരു കലാകാരിയാണ്, ആക്ടറാന്ന് പറയുന്നു, യൂട്യൂബറാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് അത്ര തന്നെ വിവരം ഉണ്ടാവുള്ളൂ എന്നൊരു ആസ് എ കോമൺ മാൻ എന്ന നമുക്ക് നിലയിൽ നമുക്കത് ചിന്തിക്കാം. ഓക്കെ, നമുക്കത് വിട്ടേക്കാം. പിന്നെ അതിലൊരു കോമാളിത്തരം തോന്നിയത് ഇവർ ഈ എഴുതിയ സെൻറ്റൻസുകൾ വന്ന് വായിക്കുന്നു. അത് മുഖത്തെ എക്സ്പ്രഷൻ വരുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നു. മേ ബി അത് അവരവരുടെ ഒരു ഇത് കാണിച്ചതായിരിക്കാം, അവരുടെ ഒരു സിൻസിയറിറ്റി കാണിച്ചതായിരിക്കാം. പക്ഷെ അതൊരു കോമാളിത്തരത്തിലോട്ടായിട്ട് അത് മാറി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പേളിമാണിയുടെ പ്രൊഫൈലിൽ പേളിമാണി ഇട്ടിരിക്കുന്നത് ഒരു ആക്ടർ എന്നാണ്. അവരുടെ ഫീൽഡിൽ തന്നെ, അവരുടെ ആ ഒരു വലയത്തിൽ തന്നെയുള്ള ഒരാളാണ് സിബി മലയിൽ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞത് വളരെ മോശമായി പോയി. വേറെ ഒന്നല്ല, ഇപ്പൊ നമ്മൾ തന്നെ ആയാലും നമ്മുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സെയിം കൊളീഗ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ അത് പുറമെ പബ്ലിക്കലി, അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വിളിച്ച് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നമ്മുടെ ആ ഒരു മേഖലയിലുള്ള ആളുകളെ, അതിപ്പോൾ നമ്മുടെ മേഖലയിൽ പല പല കമ്പനികൾ ഉണ്ടായിരിക്കാം. ആ സെയിം ഫീൽഡിലുള്ള ഇന്നത് ഇവിടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയല്ലേ, അല്ലേ? ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുറ്റം ചെയ്യാണ്. ഇപ്പൊ അത് കുറ്റം ചെയ്തത് ഒരു കോമൺ മേനാന്നുണ്ടെങ്കിൽ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ പോലീസുകാർ അതിനെ തിരുത്താൻ നോക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തിരുത്ത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, പേരൻസിനെ വിളിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ ആക്ഷൻസ് എടുക്കും. പക്ഷെ ഈ ഒരു സെയിം തെറ്റ്, ഈ സെയിം തെറ്റ് ഒരു പോലീസുകാരനാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു ചെയ്ത തെറ്റിന്റെ ഇന്റൻസിറ്റി കൂടും, അല്ലെ? അതേപോലെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഒരു കോമൺ പേഴ്സൺ, അതായത് ഒരു കോമൺ ആയിട്ടൊരു ഇൻഡിവിജ്വൽ ആണ് സിബി മലയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര വില കൊടുക്കുള്ളൂ, അല്ലേ? പക്ഷേ ആ ആക്ടർ എന്ന് എഴുതിയ ആൾ തന്നെയാണ് സിബി മലയിലിനെതിരെ ഇങ്ങനെ പറഞ്ഞത്. എന്താ ഫെയിൽഡ് ആയിട്ടുള്ളൊരു ആളെന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ ഇന്റൻസിറ്റി, അതായത് പറഞ്ഞ രീതിയിലുള്ള ഇന്റൻസിറ്റി കൂടാനുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഭയങ്കര മോശമാണ്. പിന്നെ അവര് അപ്പം ജയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അപ്പോൾ ആ കമന്റ്സുകൾ ഇടുന്നത്. അല്ലാതെ അതിന്റെ എങ്ങനെയാണ് അതിന് പ്രതികരിക്കേണ്ടത്, ആ ഒരു പെർസ്പെക്റ്റീവോ അതൊന്നും ഇല്ലാതെ ആ വ്യക്തിയോട്, സിബി മലയിന്റെ മോന്റെ അടുത്ത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അവരപ്പോൾ ആ സാധനം ഇട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, പേളിമാണി എങ്ങനെയാണ് ഒരു ഇൻകം സോഴ്സ് പേളിമാണിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെപ്പോഴും സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ അത് മാത്രമല്ല, അവർ ഇന്റർവ്യൂ ചെയ്യുന്നത് ഫിലിം ഫീൽഡിലുള്ള ബേസിൽ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ ഒരുപാട് യുവ നടന്മാർ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരൊക്കെ വിശ്വസിച്ച് എങ്ങനെ പേളിമാണിയുടെ ഇന്റർവ്യൂവിൽ വന്നിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു ആക്ടർ ആണ് എന്നുണ്ടെങ്കിൽ, എന്താണ്, എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരാളെ പറഞ്ഞ വ്യക്തിയാണ് പേളിമാണി. അപ്പോൾ അവർക്ക് ആ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് അവിടെ വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഈ ഒരു സിബി മലയിലിനെ പോലെ ഒരാളെ കുറ്റം പറയാൻ മുതിർന്ന ആളുടെ ഇന്റർവ്യൂ വിത്ത് ആരാണോ വന്നിരിക്കുന്നത്, അപ്പൊ അതിന് അത്രയും വാല്യൂ ആണ് നമ്മുടെ പബ്ലിക് കൊടുക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. താങ്ക് യു.